അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 196. അഗ്നിജ്വാലയുമായി നേരെ പോയത് അവരുടെ റൂമിലേക്കാണ്. ജ്വാലയാണെങ്കിൽ അവനെ വിറയലോടെ നോക്കിക്കൊണ്ട് അവന്റെ കൈക്കുള്ളിൽ കിടക്കുന്നുണ്ട്. അഗ്നി അവളെ പതിയെ ബെഡിലേക്ക് ചായച്ചു കിടത്തി. ജ്വാല അവനെ തന്നെ ഉറ്റുനോക്കി അങ്ങനെ കിടന്നു. അഗ്നി വേഗം പോയി ഡോറടച്ച് അവൾക്ക് അടുത്തേക്ക് നടന്നു. എല്ലാത്തിനും വല്ലാത്തൊരു തിടുക്കം. ജ്വാലയുടെ കണ്ണുകൾ വല്ലാതെ പിടച്ചുപോയി. അഗ്നി പതിയെ അവൾക്ക് അടുത്തായിരുന്നു. ദേവേട്ടാ, അവൾ വിക്കിക്കൊണ്ട് വിളിച്ചു. അവൻ പെട്ടെന്ന് അവളുടെ വാ കൈകൊണ്ട് മൂടി അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി. വിളിക്കല്ലേ, വിളിക്കല്ലേടി എന്നെ. അവന്റെ ശബ്ദം പതിഞ്ഞുപോയി. ജ്വാല അവനെ ഏറിയ ഹൃദയമിടിപ്പോടെ നോക്കിക്കിടന്നു. ഞാൻ എടുക്കാൻ പോവാ എല്ലാം. ഇതുവരെ എനിക്ക് തരാതിരുന്നതെല്ലാം എൻ്റേതാക്കാൻ പോവാ ഞാൻ. അത്രയും രഹസ്യമായ അവന്റെ പറച്ചിൽ. ഞാൻ ഞാൻ പിണക്കാ. വായിൽ നിന്ന് അവൻ കൈമാറ്റിയതും അവന്റെ നോട്ടത്തിൽ പോലും പൂത്തുലഞ്ഞുപോയ പെണ്ണ് വെറുതെ പറഞ്ഞുപോയി. അഗ്നി ഒന്ന് പുഞ്ചിരിച്ചു. ആ പിണക്കവും ഇന്നോട്ട് മാറും, ഞാൻ മാറ്റും. ജ്വാലയ്ക്ക് പക്ഷെ മറുപടി പറയാൻ വാ പോലും തുറക്കാൻ കഴിയുന്നില്ല. ഒരുവന്റെ ഇന്നോളില്ലാത്ത ഭാവങ്ങൾ അവൾ അത്രയും തളർത്തുന്നുണ്ട്. എന്തിനാ ഡാൻസ് ചെയ്തേ ഇങ്ങനെ? എന്റെ നെഞ്ച് വല്ലാതെ കുതിച്ചുയർന്നതുപോലെ ആയിപ്പോയില്ലേ? ചോദിക്കുമ്പോഴും അവന്റെ കണ്ണുകൾ അവളുടെ കണ്ണിലും മൂക്കിലും ചുണ്ടിലുമെല്ലാം തെന്നി നീങ്ങി പോകുന്നുണ്ട്. അവന്റെ കണ്ണിൽ നിറഞ്ഞ പ്രണയത്തിൽ നിന്നും അവളെ ഒന്നാകെ പൊള്ളിക്കുന്ന പ്രണയാഗ്നി പകരാനായി കാമം പോലും നിറഞ്ഞു വന്നു. ആ പെണ്ണുടലിൽ അലിഞ്ഞു ചേരാൻ അവന്റെ ശരീരവും മനസ്സും ഒരുപോലെ കൊതിച്ചു. ഇനിയൊരിക്കലും നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന പോലെ അഗ്നി അവൾക്കടുത്തേക്ക് കിടന്ന് പെട്ടെന്ന് അവളുടെ ഉദരത്തിലൂടെ കൈചുറ്റിപ്പിടിച്ചു. ജ്വാലയുടെ ശ്വാസഗതി ഉയർന്നു. എങ്കിലും അവനെ തള്ളിമാറ്റി അവൾ വേഗം മറുവശം ചേർന്ന് കിടന്നു. ഈ കള്ള എതിർപ്പ് പോലും അവന് സഹിക്കാനാവുന്നില്ല. ഇത്രയും നാൾ ഞാൻ ക്ഷമിച്ചില്ലേ, പിന്നെ എന്തുകൊണ്ട് ഇന്നതിന് സാധിക്കുന്നില്ല എന്ന് അഗ്നിക്ക് അറിയില്ല. തിരിഞ്ഞുകിടന്ന പെണ്ണിന്റെ അരപ്പട്ടയിൽ കൈവച്ചതും അത് പതിയെ അഴിഞ്ഞു വീണു. ജ്വാല കാലുകൾ ചുരുക്കിപ്പോയി. പക്ഷെ അഗ്നി അപ്പോഴേക്കും അവളിൽ നിന്ന് ആഭരണം അഴിച്ചു മാറ്റി തെന്നി നീങ്ങിപ്പോയ ധാവണിക്കിടയിലൂടെ അവളുടെ ഉദരത്തെ ചുറ്റി മലർത്തി കിടത്തി. ദേവേട്ട, അവന്റെ കൈകൾക്ക് ഇന്ന് വല്ലാത്ത ചൂട്, വയറിനെ ആകെ പൊള്ളിക്കുന്നതുപോലെ. ജ്വാല പിടയുന്ന മിഴിയുയർത്തി അവനെ നോക്കുമ്പോൾ ആ പെണ്ണിനോട് എന്തൊക്കെയോ ചെയ്യാനുള്ളൊരു വ്യഗ്രതയിലും അവന്റെ പൂച്ചക്കണ്ണിലെ പ്രണയത്തിൽ ജ്വാലയും തോറ്റു തുടങ്ങിയിരുന്നു. ദേവേട്ട, അവള് വിളിച്ചതും അഗ്നി മൂളിക്കൊണ്ട് അവളുടെ നെറ്റിയിൽ പതിയെ ചുണ്ടമർത്തി. ജ്വാലയുടെ ചുണ്ടിൽ അവനായൊരു പുഞ്ചിരി തെളിഞ്ഞു. ഞാൻ ഈ പെണ്ണിനെ എടുത്തോട്ടെ? നെറ്റിയിൽ നിന്നും താഴേക്ക് അവന്റെ ചുണ്ടുകൾ താഴ്ന്നു വരുമ്പോൾ ഹൃദയം മുറുക്കുന്ന അവന്റെ ചോദ്യം. ജ്വാല അവന്റെ തോളിൽ പിടിമുറുക്കി. അഗ്നി അവളുടെ കണ്ണിലേക്ക് നോക്കി. ഇനിയും എന്നെ തടയരുതേ എന്നവൻ അവളോട് പറയാതെ പറഞ്ഞു. പറ, എടുത്തോട്ടെ? ചോദിക്കുന്നതോടൊപ്പം ആ കവിളുകളിൽ അവന്റെ ചുണ്ട് ചേർന്നിരുന്നു. ജ്വാല പെട്ടെന്ന് അവന്റെ മുഖം പിടിച്ചുയർത്തി അവന്റെ ചുണ്ടിൽ ചുണ്ടമർത്തി. അവളുടെ സമ്മതം അവൾ അറിയിച്ച രീതി. അഗ്നിയുടെ കണ്ണുകൾ വല്ലാതെ തിളങ്ങി. ഇരുവരിലും പ്രണയം മറ്റൊരു തലത്തിലേക്ക് എല്ലാ അർത്ഥത്തിലും കടക്കാൻ തുടങ്ങി. എപ്പോഴും അഗ്നിയുടെ ചുണ്ടുകൾ ജ്വാലയുടെ ചുണ്ടുകളെ പൊതിഞ്ഞെടുത്തിരുന്നു. ഇന്നോളില്ലാത്ത ആവേശം, വേഗത, ഒപ്പം അവളിൽ അലയുന്ന അവന്റെ കൈകൾ, മുറുകുന്ന വിരലുകൾ. കഴുത്തിൽ അവന്റെ മുഖം ചേരുന്നതോടൊപ്പം പല്ലുകൾ കൂടി അവിടെ പാടുകൾ തീർത്തു. ജ്വാല ദേവേട്ട എന്ന് വിളിച്ചു പുലമ്പി. അവന്റെ പുറത്ത് കൈ ചുരുട്ടി പിടിച്ചവൾ. അഗ്നി പെട്ടെന്നൊന്നുയർന്ന് അവന്റെ ഷർട്ടിന്റെ ബട്ടൺ ഓരോന്നായി അഴിച്ചു. പക്ഷെ നോട്ടം മുഴുവനും ജ്വാലയിൽ മാത്രമായിരുന്നു. കിതപ്പിനനുസരിച്ച് ഉയർന്നു താഴ്ന്ന മാറിടത്തിലേക്ക് അവന്റെ മുഖം ചേർന്നു. ജ്വാല അവനെ കൂടുതൽ വരിഞ്ഞു മുറുക്കി. ജ്വാലയ്ക്ക് പുതിയ എന്തൊക്കെയോ അറിവ് പകർന്നു നൽകിയ അഗ്നി. അവൾ കേട്ടിട്ടുള്ള, എന്നാൽ ആദ്യമായി അറിയുന്ന ചിലത്. ജ്വാലയിൽ നിന്നും ദുപ്പട്ടയുടെ മറ നീങ്ങി. ഒപ്പം അവന്റെ പല്ലുകളാൽ അവളിൽ ഉടയാടകൾ നീങ്ങി. അർദ്ധനഗ്ന മേനി അഗ്നിക്ക് മുന്നിൽ വെളിവായി. കണ്ണുകൾക്ക് ഇമ്പമേറിയത് ചുണ്ടും പല്ലുകളും തൊട്ടറിഞ്ഞു. വയറിൽ അലയുന്ന മുഖത്തോടൊപ്പം അവന്റെ താടിരോമങ്ങൾ അവിടെ കൊണ്ടുകയറി. ഇന്നോളമില്ലാത്തതുപോലെ ശരീരം അപ്പൂപ്പൻ താടി പോലെ പാറി പറക്കുന്നെന്ന് തോന്നിപ്പോയി അവൾക്ക്. അഗ്നിയുടെ കാലുകൾ അവളുടെ കാലിലെ ചിലങ്കയിൽ കാലുകൾ കൊണ്ട് താളം പകർന്നു. ജ്വാലയുടെ കുറുകലുകൾ, ഒപ്പം അവന്റെ കുഞ്ഞ എന്ന വിളി. ഇടയ്ക്കെപ്പോഴോ സ്കേർട്ടിൽ അവൻ കൈവയ്ക്കുന്നത് ജ്വാല അറിഞ്ഞു. ദേവേട്ട, ശ്വാസം പിടഞ്ഞൊരു വിളി. എന്റെയല്ലേ, എനിക്ക് കണ്ടൂടെ? ആ ചോദ്യത്തിൽ ഞരമ്പുകൾ പിടഞ്ഞുന്തിയ അവന്റെ മുഖത്തേക്ക് നോക്കിപ്പോയി ജ്വാല. അവന്റെ കണ്ണുകളിൽ ചുവന്ന നേർത്ത വര പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. എടുത്തൂടെ കുഞ്ഞാ? ചോദ്യം വീണ്ടും ചോദിച്ചെങ്കിലും അതിനുത്തരം കിട്ടും മുന്നേ തന്നെ ശരീരത്തിലേക്ക് ഒരു തണുത്ത കാറ്റടിക്കുന്നത് ജ്വാല അറിഞ്ഞു. പകച്ചുകൊണ്ടവൾ അഗ്നിയെ നോക്കിയതും അവൻ അത്രയും മോഹത്തോടെ പെണ്ണിനെ പൂർണ്ണമായും കണ്ടു. ഒരു വേള ശ്വാസം നിലച്ചുപോയവന്. കൊത്തിവെച്ച ശില്പം പോലൊരു പെൺരൂപം. ആരോ അത്രയും ഭംഗിയായി വരച്ചിരിക്കുന്നു. അഗ്നിക്ക് തൻ്റെ പിടിവിട്ടുപോയി. ജ്വാലയും എന്തു ചെയ്യണമെന്നറിയാതെ അങ്ങനെ കിടന്നു. അവനീന്ന് തന്നെ ഒളിപ്പിച്ചു വെക്കാൻ അവൾക്ക് തോന്നുന്നുണ്ട്. എന്നാൽ അനങ്ങാൻ പോലും കഴിയാത്ത വിധം തളർന്നു പോയിരിക്കുന്നു ദേഹം. പുറത്തപ്പോഴേക്ക് മഴ പെയ്തു തുടങ്ങിയിരുന്നു. കുഞ്ഞാ, നീ എന്തൊരു സുന്ദരിയാ! അഗ്നിയുടെ ആർദ്രമായ പറച്ചിൽ കേട്ടതും കണ്ണുകൾ ഇറുകെ പൂട്ടി ജ്വാല. അവൻ തന്നിൽ എന്താണ് ചെയ്യുന്നത് ജ്വാലയ്ക്ക് അറിയുന്നില്ല.
പക്ഷെ അവന്റെ കൈകൾ എങ്ങോട്ടേക്കോ നീങ്ങുന്നു, മുഖം എവിടെയൊക്കെയോ ചേരുന്നു, ചുംബനം നൽകുന്നു. ജ്വാലയുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. ആദ്യമായി തന്നിൽ മുഴുവൻ ഭാരം നൽകി കിടന്നവനെ താങ്ങാൻ കഴിയും പോലെ അവനെ മുറുകെ പുണർന്നു പിടിച്ചു. എന്നാൽ അവനിലെ ആവേശത്തിൽ എന്തിനോ അവളിൽ ഒരു പേടി നിറഞ്ഞു. ആദ്യമായി ഒരുവന് മുന്നിൽ ഇങ്ങനെ. പുറത്ത് ശക്തമായ മഴ പെയ്തു. ജനാലകൾ കൊട്ടിയടയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷെ കാണാക്കാഴ്ചകൾ കാണാനുള്ള വ്യഗ്രതയായിരുന്നു അവനിൽ. അവൻ അവളുടെ കാലിലെ ചിലങ്ക അഴിച്ചുമാറ്റി. അവളുടെ തലമുടിയിലെ മുല്ലപ്പൂ ബെഡിൽ ഞെരിഞ്ഞമർന്നു. അവന്റെ ചുംബനം പലയിടങ്ങളിലായി പതിയുമ്പോൾ അവളുടെ കണ്ണുകൾ മേൽപോട്ട് മറിയുന്നുണ്ടായിരുന്നു. തിളങ്ങുന്ന കണ്ണുകളോടെ അവളെ നോക്കിയവൻ. എന്നാൽ തന്നിൽ നിന്ന് അകന്നു മാറി ബെഡിൽ നിന്ന് താഴേക്കിറങ്ങിയവനെ തളർന്ന മിഴിയോടെ നോക്കി ജ്വാല. അഗ്നിയുടെ കൈകൾ അവന്റെ മുണ്ട് മാത്രമല്ല, അവനിലെ മറ ഓരോന്നും അവളുടെ കണ്ണിലേക്ക് തന്നെ വല്ലാത്തൊരു ഭാവത്തോടെ നോക്കിക്കൊണ്ട് അഴിച്ചു മാറ്റിയവൻ. ജ്വാല ഞെട്ടി. ആദ്യമായി കാണുന്ന ആണൊരുവൻ. അവൾക്ക് പെട്ടെന്ന് എന്ത് വേണമെന്നറിയാതെയായി. പരിഭ്രമപ്പെട്ടുകൊണ്ട് അവൾ അവനിൽ നിന്ന് നോട്ടം മാറ്റാൻ ഒരുങ്ങിയ നിമിഷം അഗ്നിയുടെ ഭാരം തനിക്കുമേൽ അറിഞ്ഞു ജ്വാല. നഗ്നമേനികൾ തമ്മിൽ പരസ്പരം പ്രണയിച്ചു. പതിയെ അവളിലേക്കുള്ള അവന്റെ യാത്ര ആരംഭിച്ചു. ജ്വാലയുടെ കണ്ണു മിഴിഞ്ഞു. എന്നാൽ അഗ്നിയിൽ മോഹിച്ച നിമിഷവും. പക്ഷെ തൊട്ടടുത്ത നിമിഷം ജ്വാല ഉറക്കെ അലറിപ്പോയി. അഗ്നി ഞെട്ടി. കുഞ്ഞാ, അവൻ വിളിച്ചു. അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. മാറി, വയ്യെനിക്ക്. കരഞ്ഞുകൊണ്ടുള്ള അവളുടെ പറച്ചിൽ. കുഞ്ഞാ പ്ലീസ്, ഇത്രയായില്ലേ? ഞാൻ പതുക്കെ. അഗ്നിയുടെ വാക്കുകൾക്ക് പോലും കിതപ്പ്. പക്ഷെ അവന്റെ ശ്രമങ്ങൾ അവളിലെ കരച്ചിൽ കൂട്ടിയതേയുള്ളൂ. അഗ്നി അവളുടെ ഇരു കൈകളും കോർത്തു പിടിച്ചു. പക്ഷെ പെണ്ണിന്റെ വിതുമ്പുന്ന ചുണ്ടുകൾക്കൊപ്പം ഒഴുകുന്ന കണ്ണുനീർ അത്രമേൽ തേങ്ങി കരയുന്നുണ്ടായിരുന്നു ജ്വാല. അവളുടെ ചുണ്ടിലേക്ക് ചേർന്നുകൊണ്ട് അവൻ അവളിലേക്ക് അടുത്തപ്പോഴേക്കും അവളിലെ തേങ്ങൽ പൊട്ടിക്കരച്ചിലായി മാറിയിരുന്നു. പക്ഷെ കണ്ണുകളടച്ചവൻ അവന്റെ മനസ്സിനെ വരുതിയിലാക്കാൻ ശ്രമിച്ചു. അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൾക്കൊന്നും കേൾക്കണ്ടായിരുന്നു. അവനെ തടയരുതെന്നുണ്ടെങ്കിലും അതിന് കഴിയുന്നില്ല. അടുത്ത നിമിഷം ജ്വാല അവന്റെ തോളിലടിച്ചുകൊണ്ട് ഉറക്കെ കരഞ്ഞുകൊണ്ട് കണ്ണു നിറച്ചു. ആ തുളുമ്പുന്ന കണ്ണുകൾ കണ്ടതും അഗ്നി പെട്ടെന്ന് അവളിൽ നിന്ന് അകന്നു മാറി. ജ്വാല പെട്ടെന്ന് പുതപ്പെടുത്ത് ദേഹത്തേക്കിട്ടുകൊണ്ട് അവനിൽ നിന്ന് തിരിഞ്ഞു കിടന്നു. അഗ്നിക്ക് ദേഷ്യമോ സങ്കടമോ നിരാശയോ ഒക്കെ വന്നുപോയി പെട്ടെന്ന്. അത്രയും ആഗ്രഹിച്ചതായിരുന്നില്ലേ? അവൻ നെറ്റി തടവി. എന്നാൽ അരികിൽ കിടക്കുന്ന പെണ്ണിന്റെ തേങ്ങൽ കേട്ടുകേട്ട് കണ്ണടയ്ക്കവേ അവളുടെ ഭാഗത്തു നിന്നുകൂടി അഗ്നി ചിന്തിച്ചു നോക്കി. ആദ്യമായല്ലേ? അത് ഇങ്ങനെ തന്നെയല്ലേ? എത്ര പേർക്ക് വിജയിക്കാനാവും ഈ ഒരു കാര്യത്തില്? വളരെ ചുരുക്കം പേർക്ക് മാത്രം. അല്ലാത്തവർ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? അഗ്നി അല്പനേരം അവളെ അങ്ങനെ നോക്കി കിടന്നുപോയി. പുതപ്പ് ദേഹത്തേക്ക് വലിച്ചിട്ട് ചുരുണ്ടു കിടക്കുന്ന ജ്വാല. അത് കണ്ട് അവനൊന്ന് ചിരിച്ചു. അവൾക്കടുത്തേക്ക് ചേർന്ന് കിടന്ന് ആ പുതപ്പിനുള്ളിലൂടെ അഗ്നി നൂണ്ടു കയറി. ശരീരത്തിൽ അറിയുന്നവന്റെ ചൂട്. വിറച്ചു കിടക്കുമ്പോഴും അവളുടെ ചുണ്ടുകൾ വല്ലാതെ വിതുമ്പുന്നുണ്ടായിരുന്നു. കുഞ്ഞാ, അഗ്നി പ്രണയത്തോടെ വിളിച്ചു. എന്നെ വെറുക്കല്ലേ ദേവേട്ടാ, എനിക്ക് വേദനിച്ചിട്ടാ. തേങ്ങിക്കൊണ്ട് അവള് പറഞ്ഞു. അഗ്നിയുടെ നെഞ്ചൊന്ന് പിടച്ചു. അടുത്ത നിമിഷം അവൻ അവളെ ചുറ്റിപ്പിടിച്ച് തിരിച്ചു കിടത്തി. ജ്വാല കണ്ണ് നിറച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. അഗ്നി അവളുടെ മുഖം തന്റെ നെഞ്ചിലേക്ക് അമർത്തി അവളെ ചുറ്റിപ്പിടിച്ചു. ഐ ലവ് യു കുഞ്ഞാ. പ്രണയം ഒട്ടും കുറയാതെ അവൻ പറഞ്ഞു. ജ്വാല കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. അഗ്നി അവളുടെ നെറ്റിയിൽ പതിയെ ചുണ്ടമർത്തി. എനിക്ക് മനസ്സിലാവും, എനിക്കല്ലേ മനസ്സിലാവും നിന്നെ. അതുകൊണ്ട് കരയല്ലേ വാവേ, എനിക്കൊരു ദേഷ്യവുമില്ല കേട്ടോ. വാത്സല്യം നിറഞ്ഞ ശബ്ദത്തിൽ അഗ്നി പറഞ്ഞു. അതിന് അവളൊന്നും മൂളി. പോട്ടടി പെണ്ണെ, കരയാതെ. ആ പെണ്ണിന്റെ ചുണ്ടിൽ പതിയെ ചുംബിച്ചുകൊണ്ട് അവൻ പിന്നെയും പറഞ്ഞു. ആ ശബ്ദത്തിൽ കുറുമ്പും വാത്സല്യവും അതിനേക്കാൾ തന്നെ പൂർണ്ണമായും സ്വീകരിക്കാൻ തയ്യാറായവളോടുള്ള അടങ്ങാത്ത പ്രണയവും ഉണ്ടായിരുന്നു. പൂർണ്ണതയിൽ എത്തിയില്ലെങ്കിലും സംതൃപ്തി നിറഞ്ഞിരുന്നു മനസ്സിൽ. ഒപ്പം തന്റെ ആവേശത്തിൽ ഇങ്ങനെയല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പാതി പൂർണ്ണമായവളോടുള്ള അടങ്ങാത്ത കൊതിയും. അല്പനേരം അങ്ങനെ ചേർന്ന് കിടക്കവേ ജ്വാലയുടെ കരച്ചിൽ നിന്നു. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവൾ തേങ്ങുന്നുണ്ട്. മനസ്സിലാണെങ്കിൽ അല്പം മുന്നേ കഴിഞ്ഞുപോയ നിമിഷങ്ങളാണ്. ആ ഓർമ്മയിൽ പോലും അവളുടെ ശരീരം വിറച്ചുപോയി. അഗ്നിയുടെ ചുണ്ടുകളുടെ ചലനം അറിഞ്ഞ അവളുടെ ശരീരം അവളിൽ വല്ലാത്തൊരു കുളിര് പരത്തി. മുഖത്ത് വല്ലാതെ ചുവപ്പ് പടർന്നു. ഒടുവിൽ അവൻ നൽകിയ വേദന ഓർക്കവേ അവൾ അവനെ മുഖമുയർത്തി നോക്കി. അവളെ ചുറ്റിപ്പിടിച്ച് അവളെ നോക്കി കിടക്കുന്ന അഗ്നി അത് കാണുകയും ചെയ്തു. എന്തേ? അവൻ ചോദിച്ചതും അവൾ ഒന്നുമില്ലാന്ന് മൂളിക്കൊണ്ട് കണ്ണുകൾ താഴ്ത്തി. അവനെ നോക്കാൻ കഴിയാത്തതുപോലെ. ഇല്ല, കഴിയില്ല. ഇതുവരെ ഉള്ള പോലെയല്ല. ഇന്നെന്നിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്ന പോലെ. ഇങ്ങനെയൊക്കെയാണോ ഒരു ഭാര്യയാവുന്നേ? അവൾ ആലോചിച്ചു. ദേവേട്ടൻ മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട്. വ്യക്തമായിട്ടല്ലെങ്കിലും എന്തൊക്കെയോ എനിക്ക് മനസ്സിലായതാ. പിന്നെ തീത്തും ദൃശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അവൾ ആലോചിച്ചു. ശരിക്കും അവർ രണ്ടാളും പറഞ്ഞത് ശരിയാണല്ലോ. എനിക്ക് വേദനിച്ചൂലോ. എന്തിനാ അങ്ങനെ? അവളുടെ ചുണ്ടു വിതുമ്പി. അവനോട് നേരിയ പരിഭവം തോന്നി. എങ്കിലും താനും ആ നിമിഷം എന്തൊക്കെയോ ആഗ്രഹിച്ചിരുന്നു. ഇനി എന്താണെന്നറിയാനുള്ള ആകാംക്ഷ. ഒടുവിൽ അറിഞ്ഞു. പക്ഷെ വെയ്യെനിക്ക് പേടിയാ. അവളുടെ കണ്ണ് വീണ്ടും നിറഞ്ഞു. അഗ്നി അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് അവളുടെ മുഖം ഉയർത്തി നോക്കി.
കണ്ണു നിറച്ചു കിടക്കുന്ന പെണ്ണിനെ കണ്ട് അവന്റെ മുഖം ദയനീയമായി. അവൻ പതിയെ അവളെ തന്നീന്ന് അകറ്റി മാറ്റി ബെഡിലേക്ക് കിടത്തി. നെഞ്ചിൽ നിന്ന് ഊർന്നുപോയ പുതപ്പ് അവൾ പെട്ടെന്ന് വലിച്ചു കയറ്റി. അഗ്നിയെ നോക്കാതെ മുഖം തിരിച്ചു. അഗ്നി ആ മുഖം അവന് നേരെ തന്നെ തിരിച്ചു വെച്ചു. എന്റെ പൊന്നു കുഞ്ഞ്, നീ ഇങ്ങനെ കരയല്ലേ. നീ കരയുന്ന കാണുമ്പോൾ ഞാൻ നിന്നോട് എന്തോ വലിയ തെറ്റിയതുപോലെ തോന്നുന്നു എനിക്ക്. അവൻ പറഞ്ഞതും അവള് ചുണ്ടു പിളർത്തി. അത് കണ്ടപ്പോൾ അവന് ചിരിയും വന്നുപോയി. എന്താടി പെണ്ണെ, എന്തൊക്കെയാ കുഞ്ഞിത്തലയിൽ ആലോചിച്ചു കൂട്ടുന്നേ? അവളുടെ തലമുടിയിൽ കൂടെ തഴുകി വാത്സല്യത്തോടെ ചോദിച്ചു. ഒന്നുമില്ല, അവള് പറഞ്ഞു. അത് വെറുതെ പറയേ. എന്തേ, എന്നോട് ദേഷ്യം തോന്നോ കുഞ്ഞിന്? അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി. അവള് പെട്ടെന്ന് തന്നെ ഇല്ലാന്ന് തലയാട്ടി. പിന്നെന്തിനാ കരയുന്നേ? ഇപ്പോഴും വേദനിക്കുന്നുണ്ടോ? അവളുടെ വയറിൽ പതിയെ തലോടിക്കൊണ്ട് ചോദിച്ചവൻ. പിടഞ്ഞുകൊണ്ട് അവൾ ആ കയ്യിൽ അവളുടെ കൈ വെച്ച് ഇല്ലാന്ന് തലയാട്ടി. എല്ലാത്തിനും ഇങ്ങനെ തലയാട്ടാതെ എന്തെങ്കിലും ഒന്ന് പറ. എന്തിനാ പിന്നെ കരയുന്നേ? അവൻ കണ്ണു ചുരുക്കി. ഇനി ഇനി ഇങ്ങനെ വേണ്ട. അവള് പറഞ്ഞതും അഗ്നി അവളെ മിഴിച്ചു നോക്കി. എങ്ങനെ വേണ്ടാന്ന് അവൻ ചോദിച്ചു. ഇപ്പൊ ഉണ്ടായില്ലേ അതുപോലെ. എനിക്ക് പേടിയാ. എന്തിനാ അങ്ങനെ? വേണ്ട. അവള് പറഞ്ഞതും അഗ്നി അവളെ ദയനീയമായി നോക്കി. ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ഒന്നും ഈ പെണ്ണിന് ഇതുവരെ മനസ്സിലായില്ലേ? അവൻ ചുണ്ടു ചുളുക്കി. അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞ എങ്ങനെയാ? എനിക്കിനി ഇതില്ലാതെ പറ്റില്ലല്ലോ. പുതപ്പിനുള്ളിലൂടെ അവളിൽ കൈകൾ ചലിച്ച് നീങ്ങവേ വശ്യമായി അവൻ പറഞ്ഞു. അവള് പിടപ്പോടെ അവനെ നോക്കിപ്പോയി. ആ കണ്ണിലെ ഭാവം അത് അവളിൽ വല്ലാത്തൊരു നാണം നിറച്ചു. ഒപ്പം തന്നിലേക്ക് ചേർന്ന് കിടക്കുന്നവന്റെ മേനിയിലെ ചൂട്. അവൾ അവനീന്ന് നീങ്ങിക്കിടക്കാൻ ശ്രമിച്ചു. പക്ഷെ അഗ്നി അവളെ ഒന്നുകൂടി അവനിലേക്ക് ചേർത്തു. അവന്റെ ശരീരം അവളിലേക്ക് ചേർന്നു. വിറച്ചുപോയി ജ്വാല. ആദ്യമായി കണ്ട കാഴ്ചകൾ. അതെ, ആദ്യമായിട്ടാ ഇങ്ങനെയൊക്കെ. അതൊക്കെ ആലോചിക്കവേ തൊണ്ട വരണ്ടതുപോലെ തോന്നിപ്പോയി അവൾക്ക്. പക്ഷെ അവന്റെ കൈകളുടെ മുറുക്കത്തിൽ നിന്ന് തെല്ലും മാറാൻ പറ്റുന്നില്ല. ജ്വാല അവനെ ഉറ്റുനോക്കി. എന്തേ, സത്യ പറഞ്ഞേ? ഇത്രയും കാലം ഒന്നും വേണ്ടാന്ന് ഞാനായിട്ട് വെച്ചതാ. പക്ഷെ ഇന്ന് ഇല്ല. ഇനി എനിക്ക് പറ്റില്ല. നീ എതിർത്താൽ പോലും ആ എതിർപ്പിനെ പോലും വകവയ്ക്കാതെ നിന്നിലേക്ക് ചേരാൻ മനസ്സ് പറയുന്നു. അഗ്നിയുടെ വാക്കുകളിൽ പോലും പ്രായത്തിനേക്കാൾ നിറഞ്ഞത് മറ്റെന്തോ ആയിരുന്നു. ജ്വാലയെ അടിമുടി കുലുക്കി കളഞ്ഞ ശബ്ദം. അവളൊന്നും മിണ്ടാതെ അവനെ നോക്കി. നീ ഒത്തിരി സുന്ദരിയാ കുഞ്ഞാ. അവളുടെ മാറിടത്തിൽ നിന്നും പുതപ്പ് വലിച്ചു താഴ്ത്തിക്കൊണ്ട് അഗ്നി പറഞ്ഞു. ജ്വാല വിറയലോടെ ആ പുതപ്പ് വലിക്കാൻ നോക്കിയെങ്കിലും അതിന് സാധിച്ചില്ല. ദേവേട്ടാ, അവള് വിളിച്ചു. ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ളതിനേക്കാൾ ഇന്ന് കൂടുതൽ സുന്ദരിയായിരിക്കുന്നു. ഇതുവരെ കാണാത്ത കാഴ്ചകളും അത്രമേൽ സുന്ദരായിരുന്നു. അഗ്നിയുടെ ശബ്ദം ഒന്ന് മാറിപ്പോയി. കൈകൾ വയറും കടന്ന് താഴേക്ക് നീങ്ങി. ഞെട്ടലോടെ ജ്വാല അവനെ നോക്കി. വേണ്ടാന്ന് തലയാട്ടി. വേണം, എൻ്റെ അല്ലേ? അവൻ ചോദിച്ചതിന് അവൾക്ക് മറുപടിയില്ല. പക്ഷേ അവൻ എതിർക്കാനും കഴിയുന്നില്ല. അഗ്നി ചിരിയോടെ അവളുടെ ചുണ്ടിൽ ഒന്ന് ചുംബിച്ചു. ഇത്രയും മനോഹരായിരുന്നോ നീ എന്നീന്ന് മറച്ചു വെച്ച കാഴ്ചകൾ? അവൻ അവളുടെ ചെവിയോരം ചോദിച്ചു. ദേവേട്ടാ, കിതപ്പോടെ അവള് വിളിച്ചു. സത്യം, എനിക്ക് കണ്ണെടുക്കാൻ പോലും തോന്നാത്ത അത്രയും സുന്ദരിയാ നീ. എൻ്റെ ഭാഗ്യം. അവസാനം പറഞ്ഞ വാക്കിൽ ഒരു കള്ളച്ചിരി കൂടി തെളിഞ്ഞു. ജ്വാലയുടെ മുഖത്തെ തുടിപ്പ് കൂടി. ഇങ്ങനൊന്നും പറയില്ലേ, എനിക്ക് എന്തോ പോലെ. അവള് നാണത്തോടെ പറഞ്ഞു. എന്തിനാ നാണം? നീ വേണമെങ്കിൽ എന്നെയും പറഞ്ഞോ. അഗ്നി പറഞ്ഞതും ജ്വാല അവനെ അമ്പരന്ന് നോക്കി. എന്തു പറയാൻ? അവൾക്ക് മനസ്സിലായില്ല. അതോ, ദേവേട്ടന് സുന്ദരനാണെന്ന് പറയാലോ. നീയും ഇന്ന് പലതും കണ്ടതല്ലേ? അവൻ സ്വയം കീഴ്ചുണ്ടിൽ പല്ലുകൾ അഴുത്തി ചിരിച്ചു. ജ്വാലയുടെ മുഖം വിളറിപ്പോയി. അവള് സ്വയം കണ്ണുകൾ പൊത്തി. അയ്യേ, ഞാൻ നോക്കിയില്ല. അവള് പറഞ്ഞതും അഗ്നി പൊട്ടിച്ചിരിച്ചുപോയി. അത് കേട്ട് അവൾ മുഖത്തുനിന്ന് കൈമാറ്റി അവനെ കൂർപ്പിച്ചു നോക്കി. അഗ്നി അവളുടെ മൂക്കിൽ പിടിച്ചു വലിച്ചു. നോക്കിയില്ല പോലും. നോക്കിയതാ, ഞാൻ കണ്ടു. കണ്ണൊക്കെ മിഴിച്ച്. അവൻ അവളെ കളിയാക്കി. ജ്വാലയാകെ ചമ്മിപ്പോയി. പിന്നെ ഇങ്ങനൊക്കെ കണ്ടാ നോക്കില്ലേ? പരിഭവത്തോടെ മനസ്സിൽ പറഞ്ഞു പെണ്ണ്. എന്താടി, പറയാൻ വല്ലതുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയടി. അവൻ അവളുടെ ചുണ്ടിലൊന്ന് തട്ടി. ഒന്നുമില്ല. അവള് ചുണ്ടു കൂർപ്പിച്ചു. അവൻ ചിരിയോടെ അവളുടെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു. ജ്വാലയൊന്ന് പിടച്ചു. ഒതുങ്ങി കിടക്കു കുഞ്ഞാ, അവൻ പറഞ്ഞു. നേരെ കിടക്കു ദേവേട്ടാ, അവളും പറഞ്ഞു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ഇങ്ങനെ കിടന്നാ മതി എനിക്ക്. അവനിൽ വാശി. അവൾ ആ മുഖത്തേക്ക് തന്നെ നോക്കിപ്പോയി. പെട്ടെന്ന് അവനിൽ എന്തോ ഒരു കള്ളച്ചിരി. അത് കണ്ട് ജ്വാലയുടെ നെറ്റി ചുളിഞ്ഞു. പിന്നെ കുഞ്ഞാ, നിന്നെ ഞാൻ ഇനി ജ്വാലാന്ന് വിളിച്ചാ മതിയോ? അതെന്താപ്പ അങ്ങനെ? അതോ, അത് ഇതുവരെ നീ കുഞ്ഞാണെന്ന് കരുതിയാ ഞാൻ നിന്നെ കുഞ്ഞാന്ന് വിളിച്ചേ. പക്ഷെ ഇപ്പോഴല്ലേ മനസ്സിലായേ നീ അത്ര കുഞ്ഞൊന്നും അല്ലാന്ന്. അവളെ ആകെയൊന്ന് നോക്കി കുറുമ്പോട് അവൻ പറഞ്ഞു. ജ്വാലയുടെ കണ്ണുകളിൽ വല്ലാതെ പിടപ്പുയർന്നു. ദേവേട്ടാ, അവളുടെ ശബ്ദം. സത്യം കുഞ്ഞാ, നീ അത്ര കുഞ്ഞൊന്നും അല്ല. അവൻ വീണ്ടും പറഞ്ഞു. നമുക്ക് ക്ഷേത്രത്തിൽ പോണ്ടേ ദേവേട്ടാ? വാക്ക് മാറ്റാനെന്ന പോലെ അവള് തിടുക്കപ്പെട്ട് ചോദിച്ചു. അത് മനസ്സിലായിട്ടും അവൻ ചിരിച്ചതേയുള്ളൂ. ഇന്നിനി വയ്യ, നമുക്ക് ഇങ്ങനെ കിടക്കാം. പറയുന്നതോടൊപ്പം അവളിലേക്ക് ഒന്നുകൂടി ചേർന്നു പോയവൻ. ജ്വാലയുടെ കൈകൾ അവന്റെ പുറത്തമർന്നു.
അവരന്വേഷിക്കും. അവള് വിക്കി. അന്വേഷിച്ചോട്ടെ, ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ പിണക്കം മാറ്റായിരുന്നു എന്ന് പറഞ്ഞോളാം ഞാൻ. അഗ്നിക്ക് കൂസലൊന്നുമില്ല. എന്ത്? ജ്വാല ഞെട്ടി. അഗ്നി പുരികമുയർത്തി. നിനക്കെന്നോട് പിണക്കായിരുന്നില്ലേ? അത് മാറ്റായിരുന്നു ഞാൻ പറഞ്ഞോളാന്ന്. അല്ലാതെ ഒന്നുമല്ല. അവൻ കണ്ണു ചിമ്മി. ജ്വാല തലയാട്ടി. നീ ഡാൻസ് ചെയ്യുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് കുഞ്ഞാ. ആദ്യം എനിക്ക് മാത്രം കളിച്ച് കാണിച്ചു തരായിരുന്നു. എന്ത് രസമായിട്ടാ കളിക്കുന്നേ. മനുഷ്യന്റെ നെഞ്ചിടിപ്പ് പോലും കൂടിപ്പോയി. അവൻ ആത്മാർത്ഥമായി പറഞ്ഞു. അവളുടെ കണ്ണുകൾ വിടർന്നു. ആണോ ദേവേട്ടാ? ശരിക്കും നന്നായോ? ഇല്ലാതെ പിന്നെ, നിന്റെ ഡാൻസ് കണ്ടതുകൊണ്ടല്ലേ ഇപ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടായേ. അല്ലെങ്കിൽ നമ്മളിപ്പോ ക്ഷേത്രത്തിലായിരുന്നേനെ. സുന്ദരയെ ഒരുങ്ങി വന്നിട്ട് ഡാൻസ് ചെയ്ത് എന്നെ വശീകരിച്ചില്ലേടി പൂച്ചക്കുട്ടി നീ? അവൻ കുസൃതിയോടെ ചോദിച്ചതും ജ്വാലയും ചിരിച്ചുപോയി. പിന്നെ ഞാനൊന്നും ചെയ്തില്ല. ദേവേട്ടൻ ചീത്തയാ, അതാ ഇങ്ങനെയൊക്കെ ചെയ്തേ. അവളും ചിരിയോടെ പറഞ്ഞു. അതേടി, ഞാൻ ചീത്തയാ. തുടങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ. ഇത് വെറും ടെസ്റ്റ്. കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നിനക്ക് ഒന്ന് മനസ്സിലാവാനുള്ള സാമ്പിൾ. ബാക്കിയൊക്കെ പിറകെ വരും. പൊന്നുമോള് കാത്തിരുന്നോട്ടോ. അതും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കഴുത്തിൽ മുഖമിട്ടുരസി. ദേവേട്ടാ. ജ്വാല ചിണുങ്ങി. ദേ പെണ്ണെ, മിണ്ടാതെ കിടന്നോട്ടോ. ഇത്രയും കാലം ഉള്ളതുപോലെയല്ല. ഇനി നിന്റെ ദേവേട്ടന്റെ കയ്യില് കൺട്രോൾ പോയിട്ട് അതിന്റെ കാ പോലും കാണില്ല. അങ്ങനെ ഇപ്പൊ എന്റെ അവസ്ഥ. അതുകൊണ്ട് വേണ്ടാത്ത ശബ്ദമൊന്നും ഉണ്ടാക്കണ്ട. അവളുടെ ചെവിയിൽ വല്ലാത്തൊരു ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് അഗ്നി ഇരുവരെ നന്നായി പുതപ്പുകൊണ്ട് മൂടി. ജ്വാല ചിരിയോടെ അവനെ തന്നോട് ചേർത്ത് പിടിച്ചു. അവനോടുള്ള പ്രണയം വല്ലാതെ കൂടുന്നത് പോലെ. തുടരും.